ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശ്വേത എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ശ്വേത, 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഹസ്ബൻഡും ഞാനും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. അദ്ദേഹത്തിന് IT ഫീൽഡിലാണ് ജോലി. ഇവിടെയല്ല, ബാംഗ്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഏകദേശം 2 കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രേമം അറിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഒരു എതിർപ്പുമില്ലായിരുന്നു, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എതിർപ്പായിരുന്നു. ഞാൻ ഒറ്റ മകളാണ്. ഹസ്ബൻഡ് അന്ന് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ IT ഫീൽഡിലെ ജോലി കൊണ്ട് ദൂരെ സംസ്ഥാനങ്ങളിൽ പോയി താമസിക്കാൻ എൻ്റെ മകളെ വിടില്ലെന്നായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരിക്കലും അവൾ എൻ്റെ കൂടെ വരണ്ട, അവൾ വീട്ടിൽ നിന്നോട്ടെ, അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ ജോലി നോക്കാവുന്ന ആ ഒരു നിബന്ധനയുടെ പേരിലാണ് കല്യാണം കഴിഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് വലിയൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്നു. അത് ബാംഗ്ലൂരാണ്, നല്ല സാലറി. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കൂടെ കൊണ്ടുപോയില്ല, നാട്ടിൽ തന്നെ നിർത്തി. മാസത്തിൽ 2-3 ദിവസം പുള്ളിക്കാരൻ വരും, ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരും. എന്നോട് വലിയ കാര്യമാണ്. എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. ഹസ്ബൻഡ് വീട്ടിൽ അമ്മായച്ചനും അമ്മാമ്മയ്ക്കും പിന്നെ നാത്തൂനുമൊക്കെ ജോലിയുണ്ട്. അവർ ബിസിയാണ്. ഞാൻ മാത്രമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ജോലി ഇല്ലാതിരുന്നത്. പിന്നീട് ഞാനും ഒരു ചെറിയ ജോലി കണ്ടെത്തി അതിന് പോകാൻ തുടങ്ങി. പോകുമ്പോഴും വരുമ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ കയറുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ലൈഫ് ജോലിയാണ്. ഹസ്ബൻഡിന് എതിർപ്പുമില്ല. ഞാൻ ടൗണിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ പഴയ പല കൂട്ടുകാരികളെയും അവിടെ വെച്ച് കാണാൻ തുടങ്ങിയത്. അവരിൽ 3-4 പേർ അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം എല്ലാവരും കൂടി കോഫി കുടിക്കാനും പിന്നെ ഷോപ്പിങ്ങിനും ഒക്കെ പോകുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുത്തു. പിന്നെ പണ്ട് കോളേജിൽ പോകുന്ന പോലെ തന്നെ ജോലിയായി ലൈഫ്. എന്തുകൊണ്ടും സന്തോഷം തന്നെയായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് അനുവിനോടാണ്. കാര്യം, അവൾ എൻ്റെ കൂടെ ഒത്തിരി കാലം ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അവളെ കല്യാണം കഴിച്ചത് അങ്ങ് കാസർഗോഡായിരുന്നു. പക്ഷേ പിന്നീട് അവളും ഭർത്താവുമെല്ലാം ഈ ടൗണിൽ വന്ന് സെറ്റിലാകുകയായിരുന്നു. അത് ഞാൻ അറിയാൻ ഇത്തിരി വൈകിപ്പോയി. അവളും ഞാനും കൂടി പലപ്പോഴും പിന്നെയും കറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ദൈവമായിട്ട് ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പണ്ടേ ഞങ്ങൾ വിദഗ്ധരായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും അവളുടെ ഭർത്താവിൻ്റെ കാര്യവുമൊക്കെ ഞങ്ങളിങ്ങനെ ഓപ്പണായിട്ട് ചർച്ചയ്ക്ക് വയ്ക്കും. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടും ഏകദേശം 2 വർഷമായതേ ഉള്ളൂ. പക്ഷേ അവളും ഭർത്താവും തനിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, അയാളുടെ കോട്ടേഴ്സിൽ. കാരണം അയാളുടെ അമ്മ അവരിവിടെ ഇല്ലായിരുന്നു, ദുബായിൽ മോളുടെ കൂടെയായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു സിറ്റിയിലേക്ക് വന്ന പിന്നാണ് അമ്മ നാട്ടിലേക്ക് വന്ന് അവരുടെ കൂടെ താമസം തുടങ്ങിയത്. അവർ രണ്ടുപേരും നല്ല അടിച്ചു പൊളിച്ചാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മയോടെ വന്ന് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഭർത്താവിന് ആകെ മാറ്റമാണ്. അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അമ്മ പറയുന്നതനുസരിച്ചിട്ട് ഇവളോട് വഴക്കുണ്ടാക്കാനും തുടങ്ങി. ഇതൊക്കെ ഏതാനും മാസങ്ങൾ കൊണ്ട് നടന്ന സംഭവമാണ്. പണ്ടത്തെ അന്തരീക്ഷം മുഴുവനും മാറിപ്പോയി. അമ്മയുടെ ഓമനപുത്രനായി ഭർത്താവ് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ അമ്മയുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഒരിക്കലും അവൾ മനസ്സിലാക്കിയിരുന്നില്ല. പണ്ട് കുതിര പോലെ എന്നും ചാടി മറിഞ്ഞിരുന്ന ഭർത്താവാണ്. പക്ഷേ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അങ്ങേർക്ക് ആവിയുമില്ല, അനക്കവുമില്ല. അവൾ നിർബന്ധിച്ചാലും ഓ അമ്മ അപ്പുറത്തുണ്ട്, നീ കിടന്നുറങ്ങ് എന്ന് പറയും. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളം അവൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവ് സ്ഥിരം വാചകം പറഞ്ഞു. അവൾക്ക് അതൊട്ടും സഹിച്ചില്ല. എല്ലാം ഉള്ളിലടക്കിയിരിക്കുന്ന അവൾ പെട്ടെന്ന് ഭർത്താവിനോട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് എന്താ പറ്റിയത്? അമ്മ വന്നതിൽ പിന്നെ ഒന്നും വർക്കിംഗ് അല്ലല്ലോ. അമ്മ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ, നമ്മളോട് എന്തിനാ വെറുതെ കിടന്ന് ഉറങ്ങാനാണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിത്തെറിച്ചു. ഭർത്താവ് അപ്പോൾ ചുണ്ടത്ത് വിരൽ വെച്ച് അമ്മ കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇതൊക്കെ കഴിഞ്ഞു വന്നതാണ്. അമ്മയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനോട് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ 2 മക്കളുണ്ടായത്. ഭാര്യ ഭർത്താവ് കൂടി മുറിക്കകത്ത് എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ അമ്മയാണോ എന്ന് ചോദിച്ചിട്ട് അവൾ ഒത്തിരി വഴക്കുണ്ടാക്കി. ഭർത്താവും അതിനിടയ്ക്ക് അവളെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് തൽക്കാലം മൂടില്ല, അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ എന്താണ് ഭർത്താവ് പറഞ്ഞത്? അവളും ഭർത്താവിനുള്ള വഴക്ക് പെട്ടെന്ന് അമ്മ കേട്ടു. അവർ രാത്രിയിൽ അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരുടെ വാതിൽ മുട്ടി വിളിച്ചു. അപ്പോൾ ഭർത്താവ് കഥ തുറന്നപ്പോൾ, എന്താണ് ഇവിടെ, എന്താ പ്രശ്നം? 2 പേരും കൂടെ രാത്രി എന്താ വഴക്ക്? എന്തിനാണ് നീ ഒച്ച ഉയർത്തുന്നത്? നാട്ടുകാർ മുഴുവനും കേൾക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നാട്ടുകാർ കേൾക്കാനല്ല പറഞ്ഞത്, എൻ്റെ ഭർത്താവിനോട് ഒരു കാര്യം ചോദിച്ചതാണ്. അപ്പോൾ ഭർത്താവ് പറയുകയാണ് അമ്മ ഉള്ളത് കൊണ്ട് ഒന്നും പറ്റില്ലെന്ന്. അമ്മ എന്താ ഇയാളെ ബന്ധിപ്പിച്ച് വല്ലതും വെച്ചിരിക്കുകയാണോ? അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടോ എന്ന് അവൾ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ ആകെ അവളെ ഒന്ന് അടിപൊളി നോക്കി. നീ എന്താടി എന്നെ കളിയാക്കി പറയുന്നത്?
ഞാൻ ആരെയും കളിയാക്കാൻ പറഞ്ഞതല്ല. എൻ്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എന്നോട് സ്നേഹവുമില്ല, അടുപ്പവുമില്ല. ഞാൻ അടുത്ത് ചെന്നാലും പറഞ്ഞത് അമ്മ അപ്പുറത്ത് മുറിയിൽ കിടപ്പുണ്ടെന്നാണ്. അപ്പോൾ എന്താണ്, അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങേർക്കൊന്നും പറ്റില്ലേ? ഞാൻ കേട്ട് മടുത്തു. ഇപ്പോൾ സഹിക്കാൻ വയ്യാതെ ഞാൻ പ്രതികരിച്ചതാണെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ മൂക്കത്ത് വിരൽ വെച്ച് മകനെ നോക്കി. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഞാൻ വന്നെന്ന് പറഞ്ഞ് നിനക്കെന്താ? നീ ഇവളും ഭാര്യയും ഭർത്താക്കന്മാരാണെന്ന് എനിക്കറിയില്ലേ? നിനക്കെന്താ വല്ല തളർവാദം പിടിച്ചോ? ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഭർത്താവ് ഒന്നും പറയാതെ തല കുനിച്ച് നിന്നു. അമ്മായിമ്മ അകത്തേക്ക് കയറി വന്നിട്ട് മകനെ പിടിച്ച് കുലുക്കി. എടാ, നീ എന്തൊക്കെയാ പറഞ്ഞത്? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇവൾ കള്ളത്തരം പറയുകയാണോ എന്ന്? അപ്പോഴേക്കും അവൾ പറഞ്ഞു, ഞാൻ കള്ളത്തരം പറയുകയല്ല, എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞതാണെന്ന്. അമ്മ പിന്നെയും ഒച്ചയോർത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, അമ്മയോടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ലെന്ന്. എടാ, എന്താ കാരണം? എന്താ കാരണം? നീ പറയൂന്ന് പറഞ്ഞപ്പോഴേക്കും മകൻ പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല. അമ്മയോടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് പോകണോ അതോ ദുബായിൽ പോകണമെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, അവിടുന്ന് പോണ്ട, പക്ഷേ അമ്മയോടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ലെന്ന് മാത്രം എനിക്കറിയാമെന്ന് അയാൾ പറയുന്നു. അത് കേട്ട് അവൾ ചീറി. എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ അർത്ഥമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു. ഇത്തിരി നേരം കൂടെ അമ്മയും ഭാര്യയൊക്കെ തർക്കിച്ചു. പക്ഷേ പുള്ളിക്കാരൻ അനങ്ങിയില്ല. അത് തന്നെ തിരിച്ചു പറഞ്ഞു. അതോടുകൂടി അവൾ പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയേക്കാമെന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ പൊയ്ക്കോളാം, അപ്പോൾ എല്ലാം ശരിയാകും. ഞാൻ ആദ്യം തൊട്ട് നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവൾക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെയാണ് തോന്നിയത്. 2-3 ആഴ്ചയായിട്ട് അവൾ അതെന്നോട് പറഞ്ഞില്ല. സന്തോഷം ഭാവിച്ചു. ഇന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. അതെന്ത് വിചിത്രമായ കാര്യമാണ്. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പിന്നെയും പറഞ്ഞു, എടി, ചിലപ്പോൾ അമ്മയുടെ ചെല്ല കുട്ടിയായിട്ട് വളർന്നു വന്നതാകാം. പിന്നെ പുള്ളിക്കാരി ദുബായിലായിരിക്കുന്ന സമയത്താണല്ലോ നിങ്ങളുടെ കല്യാണം നടന്നത്. അമ്മയുടെ കൂടെ അന്ന് നിൽക്കേണ്ടി വന്നില്ല. ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് അങ്ങ് തുടങ്ങുകയും ചെയ്തു. പിന്നീട് സ്ഥിരമായ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഒരു നാണക്കേട്, ചമ്മൽ ഒക്കെ തോന്നുന്നതായിരിക്കുമെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല, ഒരു ചമ്മലുമില്ലാതെ ഏതറ്റ മരം വേണമെങ്കിലും പോകാവുന്ന ഒരാളായിരുന്നു. അമ്മ വന്നപ്പോൾ ഈ മാറ്റം അതെനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ കല്യാണ സമയത്ത് അമ്മ ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ് 15 ദിവസം ഉണ്ടായിരുന്നു. ആ 15 ദിവസവും ഇയാൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുത്തില്ല. അത് പുതുമോടിയല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഉഷാറായി. പിന്നെ ഇടയ്ക്ക് അമ്മ ഒരു 30 ദിവസം വന്നിരുന്നു. അന്ന് ഇങ്ങേർക്ക് പനി, കാലിന് വേദന, മഞ്ഞപ്പിത്തമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് ഞാൻ 1 മാസത്തോളം സഹിച്ചു നിന്നു. അയാൾ എന്തൊക്കെയോ പച്ചമരുന്ന് കഴിക്കുകയും ചെയ്തു. ഇങ്ങേർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും മരുന്നെല്ലാം നിർത്തുകയും പഴയതുപോലെ ആക്റ്റീവ് ആകുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് അതൊന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്, എന്തോ ഒരു പ്രശ്നമുണ്ട്. എടി, ഞാൻ പറഞ്ഞു തന്നെയാകും പ്രശ്നം. എന്നാലും ജീവിക്കണ്ടേ? ഭാര്യയുമായിട്ട് മുന്നോട്ട് ജീവിക്കേണ്ട ഒരു ഭർത്താവ് അമ്മ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെരുമാറിയാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, സാരമില്ല, പുള്ളി നമുക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, ഒരു ഡോക്ടറെ കാണിക്കാം, എല്ലാം ശരിയാക്കിയെടുക്കാം. ഓ, അങ്ങനെ വരത്തൊന്നുമില്ലടി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ലടി, ഞാൻ വന്ന് നിൻ്റെ ഭർത്താവിനോടും അമ്മയോടും സംസാരിക്കാം. അയ്യോ, അത് വേണ്ടടി, അവർ രണ്ടുപേരും എന്ത് വിചാരിക്കും? എന്തായാലും നിൻ്റെ പ്രശ്നം നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നീ പിണങ്ങി വീട്ടിൽ പോകുകയല്ലേ? മിക്കവാറും അങ്ങനെ ചെയ്യേണ്ടി വരും. എങ്കിൽ ഞാൻ വന്ന് സംസാരിക്കാം, അതിനുള്ള മിടുക്ക് നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നാക്ക് എനിക്ക് നല്ലപോലുണ്ട്, 2 പേരോടും ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ സംസാരിച്ചോളാം. നിൻ്റെ ഭർത്താവിനോട് ആദ്യം ഞാൻ സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തട്ടെ, എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം എന്ന് പറഞ്ഞു. കാര്യം അവളെ ലാഭത്തിൽ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അതുമാത്രമല്ല, അവളുടെ ഭർത്താവിനോട് ഞാൻ കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ എത്രയോ സുന്ദരനും തങ്കപ്പെട്ടൊരു മനുഷ്യനുമാണ്. അത്തരൊരു ഭർത്താവിനെ കിട്ടിയിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനാണെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാകും, മോഹഭംഗങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ സ്വന്തം നാക്ക് എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ? ഞാൻ മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചു. എന്തായാലും ഞാൻ അവളുടെ ഭർത്താവിനെ ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ എനിക്കൊന്ന് കാണണം, ഒന്ന് സംസാരിക്കണം. അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു.
അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഞാൻ അവളോടും അമ്മയോടും പറഞ്ഞത് മാത്രമേ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ സാഹചര്യം അതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ സംസാരിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിച്ചു പോകും. നിങ്ങൾ രണ്ടുപേരും പിരിയും. അതുകൊണ്ട് 10 മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, എന്നോടെങ്കിലും യഥാർത്ഥ കാര്യം തുറന്നു പറയൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അവസാനം എന്നോട് പറഞ്ഞു, ശരി, കാണാൻ സംസാരിക്കാമെന്ന്. ഞാൻ അവളോടും പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി ഒരു പാർക്കിലാണ് പോയത്. ഞാനും അവളുടെ ഭർത്താവും കൂടെ മാറി നിന്ന് സംസാരിച്ചു. അവൾ എതിർവശത്ത് ഞങ്ങളുടെ സംസാരം കേൾക്കാത്തൊരു സ്ഥലത്ത് പോയി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഒത്തിരി നമ്പരിട്ടിട്ടും അയാൾ യഥാർത്ഥ കാര്യം പറഞ്ഞില്ല. പക്ഷേ തലേദിവസം രാത്രി ഭർത്താവിനോട് ഞാൻ ഈ കാര്യം വിശദമായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളിയും തല പുകഞ്ഞു. ഇതിന് പിന്നിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളൊരാണല്ലേ, നിങ്ങൾ അയാളുടെ സ്ഥാനത്തിരുന്ന് ഒന്ന് ചിന്തിക്കൂ, എന്തായിരിക്കും ഇതിന് കാരണമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കൊന്നും തോന്നുന്നില്ല, അവനെന്തോ ഒരു പ്രശ്നമുണ്ട്, മാനസികവും വല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാകാൻ വഴിയില്ല, എന്തെങ്കിലും കാരണമുണ്ടോ, നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി, എനിക്ക് 2 കാര്യങ്ങൾ തോന്നുന്നു. ആ പറ, നാളെ ഉപകരിക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നുകിൽ അങ്ങേർ രഹസ്യമായിട്ട് എന്തോ ഒരു മോഹം സൂക്ഷിച്ച ആളാണ്. എന്ന് വെച്ചാൽ എടി, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഫാൻറ്റസിയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഒരു പക്ഷേ അമ്മയോട് അങ്ങനെ ഫാൻറ്റസി രീതിയിൽ ചിന്തിച്ച ഒരാളാണെങ്കിലോ? ആ, ചേട്ടനാ പറഞ്ഞത് ഒരു പോയിൻ്റാണ്. 2ാമത്തെ പോയിൻ്റ് എന്താ ചേട്ടാ? എടി, 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ മുൻകൈ എടുത്ത് വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും അലികുൽത്തുകൾ അവിടെ നടന്നിട്ടുണ്ടാകുമോ? ഒരു ചൂഷണം അതുകൊണ്ടായിരിക്കുമോ അങ്ങേർക്കിപ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒന്നിനും വയ്യാതാകുന്നത് എന്നും ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ 2 പോയിൻറ്റും നല്ല റെലവൻ്റാ. കണ്ടോ, ആണുങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായൊരു സംശയം വന്നു. പെണ്ണായി ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഇങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞു. ആ, എന്തായാലും ഈ പോയിന്റുകൾ ശരിയാണെന്നറിയില്ല, നാളെ നീ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ആ ധൈര്യത്തിലാണ് ഞാൻ ഈ 2 പോയിന്റും എടുത്തിട്ടത്. സത്യം പറയണം, ഒന്നുകിൽ നിങ്ങൾ അമ്മയെക്കുറിച്ച് അനാവശ്യമായ ചിന്തകൾ കരുതിക്കൂട്ടി വെച്ച് ജീവിച്ചു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. അമ്മയില്ലാത്തപ്പോൾ നല്ല കംഫർട്ടബിളായിരുന്നു. അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും പഴയ വിചാരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കുടിയേറി. അതോടുകൂടി ഭാര്യ ഔട്ട്. അങ്ങനെയാണോ? അതോ വിവാഹത്തിന് മുമ്പ് അതിർത്തി കയറിയ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ആകെ കൂടി ചൂടി മുഖം വിളറി വിളിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് തോന്നി എന്തോ ഉണ്ട്, ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, സത്യം പറ, ഇല്ലെങ്കിൽ ഈ 2 കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ അവളോട് പോയി പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിശ്വസിക്കും. ചിലപ്പോൾ അവൾ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞാലും ഈ വാർത്തയ്ക്ക് അവൾ വാർത്താ പ്രാധാന്യം കൊടുക്കും. പിന്നെ നിങ്ങളുടെ ജീവിതമാകും കുളമാകുക, നാണക്കേടുമാകും. അതിനേക്കാൾ കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുത്താണെങ്കിലും നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റിയെടുക്കാൻ പറ്റും. അമ്മയോടും ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാതെ നമുക്കിത് ശരിയാക്കിയെടുക്കാം, അതിനൊക്കെ പറ്റും എന്ന് ഞാൻ വലിയ പഠിപ്പിച്ചിനെ പോലെ അങ്ങ് പറഞ്ഞു മാഡം. അപ്പോഴേക്കും പുള്ളി പൊട്ടിക്കരഞ്ഞു. നിർത്താതെ കരച്ചിൽ. അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ അവളും ശ്രദ്ധിച്ചു. അവളും ഓടി വന്നു. എന്താടി, എന്തിനാ ചേട്ടൻ കരയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടി, എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് നിന്റെ ഭർത്താവ് പൊട്ടിക്കരയാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഭാര്യയും കേൾക്കട്ടെ, കാര്യങ്ങൾ പറയൂന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ മടിച്ച് പറഞ്ഞത്. പുള്ളിക്കാരൻ +1 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചു പോയത്. അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയും 2 മക്കളുമായി വീട്ടിൽ. പക്ഷേ പുള്ളി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ സമയമാണ്. ഒരു ദിവസം കോളേജിൽ പരിപാടി ഉണ്ടായിരുന്നു. രാത്രി വൈകിയാണ് വന്നത്, ഏകദേശം 12 മണി. ആദ്യത്തെ ദിവസം പുള്ളി വന്നതേയില്ല. പിറ്റേ ദിവസം രാവിലെയാണ് വന്നത്. അന്ന് വന്നിട്ട് ഇന്നും നീ കോളേജിൽ തന്നെ ആയിരിക്കുമോ എന്ന് അമ്മ ചോദിച്ചു. ചിലപ്പോൾ ആയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സ് കൊണ്ടുവിട്ടു. അവൻ വീട്ടിലേക്ക് കയറി ചെന്നു. ബെല്ലടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുറിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. സൈഡിലാണ് അമ്മയുടെ മുറി. പെട്ടെന്ന് അടുക്കളവാതിൽ തുറക്കുന്ന പോലെ അവന് തോന്നി. ആ കൂടി അവൻ സംശയത്തിൽ അവിടെ നിന്നു. പെട്ടെന്നുണ്ട് ഒരാൾ പുറകെ കൂടെ മുന്നിലേക്ക് വന്നു. അവൻ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു. സിറ്റൗട്ടിലെ ലൈറ്റ് ഇട്ടിട്ടില്ല.
കള്ളനോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ച് അവൻ ലൈറ്റ് ഇട്ടു. നോക്കിയപ്പോൾ ഏകദേശം കാഴ്ചയിൽ പരിചയമുള്ള ഒരാളാണ്. ബുള്ളറ്റും കൊണ്ട് കറങ്ങുന്ന ഒരുത്തരാണ്. 10-25 വയസ്സുള്ള ആള്. അവൻ പെട്ടെന്ന് അയാളെ തിരിച്ചറിഞ്ഞു. അയാളാണെങ്കിൽ ലൈറ്റ് ഇട്ടപ്പോഴേ ജീവനും കൊണ്ട് ഗേറ്റും തുറന്ന് ഓട്ടം. അവൻ ബഹളം വെച്ചു. പുറകെ ഓടാൻ നോക്കിയെങ്കിലും അയാളെ കിട്ടിയില്ല. ബഹളം കേട്ട് അടുത്തുള്ളവരും ലൈറ്റിട്ടു. അവരൊന്ന് ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു കള്ളനാണെന്ന്. എന്തായാലും ആളുകളൊക്കെ തിരിഞ്ഞിട്ട് കണ്ടില്ല. ഈ സമയത്താണ് അമ്മയും പെങ്ങളും കൂടി കണ്ണും തിരുമ്മി ഇറങ്ങി വരുന്നത്. ഒന്നും അറിയാത്ത മട്ടിൽ അവൻ അകത്ത് കയറി. ആരെ കാണാനാണ് അവൻ വന്നത്? അമ്മയുടെ മുറിയിൽ വെട്ടം കണ്ടല്ലോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു. പെങ്ങൾക്ക് അതൊന്നും അറിയില്ല. പക്ഷേ അമ്മയുടെ മുഖത്ത് കള്ളത്തരം വായിച്ചു. അവസാനം പെങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ നന്നായിട്ട് കുടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ സത്യം പറഞ്ഞു. കാര്യം അമ്മയ്ക്ക് ഒന്നുമില്ലാതെ ജീവിക്കാൻ വയ്യ. അച്ഛൻ അപ്രതീക്ഷിതമായിട്ടാണല്ലോ പോയത്. അന്ന് വരെ അതിന് തലേദിവസം വരെ സജീവമായ പല ഘടകങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് മിസ് ചെയ്ത് അവസാനം അമ്മ ഒരു വല്ലാത്ത സാച്ചുറേഷൻ പോയിന്റിലെത്തി. ആ സമയത്താണ് ബുള്ളറ്റിൽ ചെത്തി നടക്കുന്ന ചെക്കൻ വന്ന് അമ്മയോട് കിന്നഴിച്ച് സംസാരിച്ചത്. ഓടിക്കാൻ ഒരു സൈക്കിളെങ്കിലും കിട്ടണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ അടുത്തേക്ക് ബുള്ളറ്റ് വന്നാൽ അതിൻ്റെ മുകളിലേറി ഒന്ന് റൈഡ് പോകാനോ സവാരി ചെയ്യാനോ ആരാണെങ്കിലും മോഹിക്കില്ലേ? പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ സ്ഥിരമായി സവാരി അങ്ങ് തുടർന്നു. അവസാനം പിടിക്കപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ മകൻ പറഞ്ഞു പറ്റില്ല, ഇതിവിടെ നിർത്തണം, പ്രശ്നങ്ങളാകും. ഒരു പെൺകുട്ടി കല്യാണപ്രായമായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ശരി ഞാൻ നിർത്താം. പക്ഷേ അതിന് പകരം നീ ഇങ്ങനെ തൂണ് പോലെ നിൽക്കുകയല്ലേ, നിനക്കും ബുള്ളറ്റ് ഓടിക്കാം എന്ന് പറഞ്ഞു. ആദ്യം അവൻ സമ്മതിച്ചില്ല. വഴക്കും വക്കാണൊക്കെയായി. പക്ഷേ പിന്നീട് അമ്മ മുറിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. എന്തായാലും നീ വെറുതെ ഇരിക്കുകയല്ലേ, കാക്കയുടെ വിശപ്പും മാറും പശുവിൻ്റെ കടിയും മാറും, അതിന് ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശരിക്കും അമ്മ കൈയാളുകയായിരുന്നു. അതിനുവേണ്ടി ഒരു മൽപ്പിടുത്തം നടത്താൻ പോലും അമ്മയ്ക്ക് മടിയില്ലായിരുന്നത്രേ. അവൻ എതിർത്തപ്പോൾ അമ്മ പറഞ്ഞത് ഒന്നേയുള്ളൂ, നീ എതിർത്ത് കഴിഞ്ഞാൽ പുറത്ത് ഞാൻ പൂത്തിരി പമ്പരം പറത്തിവിടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മകൻ അടങ്ങി ഒതുങ്ങി. പിന്നീട് അമ്മ കൈയാളാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. താളത്തിൽ തുള്ളുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അമ്മയ്ക്ക് വശംവദനായിട്ട് അമ്മയെ നിയന്ത്രിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞത് എല്ലാം അനുസരിച്ച് ആ മുറിയിൽ മകൻ അമ്മയ്ക്ക് ഉതകുന്ന രീതിയിൽ ജീവിച്ചു പോന്നു. പിന്നീട് അവർ തമ്മിൽ മാനസികമായ നല്ല അടുപ്പമുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ജീവിച്ചു വന്നപ്പോഴാണ് പിന്നീട് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതും മരുമകനും അവളും കൂടി സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ തുടങ്ങിയതും. ആ സമയത്ത് അമ്മ മകനോടുള്ള അടുപ്പങ്ങളൊക്കെ കുറച്ചു. അമ്മ ഒതുങ്ങിയെന്ന് അവൻ വിചാരിച്ചു. അവൻ പുറകെ നടക്കാനോ റിക്വസ്റ്റ് ചെയ്യാനോ അതൊന്നും ചർച്ച ചെയ്യാനോ പോയില്ല. ഇങ്ങനെ അത് അവസാനിക്കട്ടെ എന്ന് കരുതുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നിലുള്ള കാരണം പിന്നീടാണ് അവന് മനസ്സിലായത്. അമ്മ മാറിയതിന് പിന്നിൽ മരുമകനാണ്. അവൻ്റെ സംശയം യഥാർത്ഥമായിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള എല്ലാ കള്ളക്കളികളും പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു. അതോടുകൂടി അമ്മയും മകനും തെറ്റി. അമ്മയ്ക്ക് മരുമകൻ അത് പുതിയതല്ലേ, നീ നിന്റെ പാട്ടിന് പോകുന്നു പറഞ്ഞ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായി. ഇതൊന്നും അയാൾ പെങ്ങളോട് പറഞ്ഞില്ല. ഇതിനിടയ്ക്ക് പെങ്ങളും ഭർത്താവും കൂടി ഗൾഫിൽ പോയി. അപ്പോൾ തന്നെ കുറേ നാൾ കഴിഞ്ഞ് അമ്മയും കൊണ്ടുപോയി. അയാൾ വീട്ടിൽ ഒറ്റയ്ക്കാകുകയും ചെയ്തു. ബന്ധുക്കളൊക്കെ ചുറ്റുവട്ടത്തുമുണ്ട്. മകളുടെ സഹായത്തിനായി അമ്മ അങ്ങ് ഗൾഫിൽ പോയെന്നാണ് ആളുകൾ വിചാരിച്ചത്. അപ്പോൾ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കല്യാണാലോചന വന്നതും കല്യാണം കഴിച്ചതും. അമ്മയില്ലാത്തപ്പോൾ അങ്ങേർക്ക് കുറ്റബോധമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ലായിരുന്നു. 2 വർഷം സുഖകരമായി പോയി. പക്ഷേ അമ്മ സ്ഥിരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ തന്നെ അയാൾക്ക് ഒരു ഉണർവില്ലാതായി പോവുകയായിരുന്നു. ഇതാണ് കാരണം. അങ്ങയുടെ മനസ്സ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അമ്മയോട് വെറുപ്പും വിദ്വേഷവും ഒക്കെയുണ്ട്. പക്ഷേ അടിയൊഴുക്കുകളിൽ അയാളുടെ മനസ്സ് വേറെ എന്തൊക്കെയാണ്. കറക്റ്റായി പറയാൻ അയാൾക്ക് പറ്റുന്നില്ല. അത് കേട്ട് എൻ്റെ കൂട്ടുകാരി പൊട്ടിക്കരഞ്ഞു. ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് അവൾക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം രണ്ടുപേരെ ഞാൻ സമാധാനിപ്പിച്ചു. അമ്മയോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരുടെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും കുറ്റസമ്മതം നടത്തി. അമ്മയ്ക്ക് അടങ്ങിയിരിക്കുക എന്നുള്ളത് നിഘണ്ടുവിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അമ്മ മോൻ്റെ കൂടെ സ്ഥിരതാമസമാക്കാൻ കാര്യം
അവിടെ ഗൾഫിൽ വെച്ച് സ്വന്തം മകൾ തന്നെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ നിന്നും മകൾ പുറത്താക്കിയതാണ്. അതുകൊണ്ടാണ് മകനുമായിട്ട് വന്ന് താമസിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞ് എല്ലാവരെയും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ പോയി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടത്. മാഡത്തിൻ്റെ പല കഥകളും അതിന് ഒരു സഹായവുമായിട്ടുണ്ട്. അവരുടെ അമ്മ ഇനിയിപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്നില്ല. അവർ തറവാട്ടിലേക്ക് പോവുകയാണ്. അവിടെ അവരുടെ സഹോദരനും ഭാര്യയും കുട്ടികളുമൊക്കെയുണ്ട്. അവർക്കാണെങ്കിൽ ഇവർ ചെല്ലുന്നത് സന്തോഷം തന്നെ. അങ്ങനെ അവിടെ പോയി ഇവരുടെ രണ്ടുപേരുടെ ജീവിതം ഏകദേശം ഒന്ന് ഓക്കെ ആയി വരികയും ചെയ്തു. ഇനിയിപ്പോൾ തൻ്റെ പ്രശ്നം എന്താണെന്ന് മാഡം ചോദിച്ചേക്കാം. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവും അവരുടെ കൂടെ പല സഹായത്തിനും വന്നിട്ടുണ്ട്. കുറേയധികം പ്രാവശ്യം ഡോക്ടറെ കാണാൻ വേണ്ടി വരികയും ഈ അമ്മായിമ്മയായിട്ടും എൻ്റെ കൂട്ടുകാരായിട്ടും ഭർത്താവുമായിട്ടും ഒക്കെ എൻ്റെ ഹസ്ബൻഡിനും ജസ്റ്റ് പരിചയവും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാഡം, ഇപ്പോൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മൊബൈലിൽ നിന്നും അവരുടെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു. ഒരു വട്ടമൊന്നും കണ്ടാൽ പോരാ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്ന സമയത്ത് നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടിയായിട്ട് ഭർത്താവ് പറയുകയാണ്, അയ്യോ ആളും സമയമൊക്കെ നോക്കണം, ഞാൻ പറയാം, എന്നെക്കൊണ്ട് അത്രയൊക്കെ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. മാഡം, ശരിക്കും ഞാൻ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഭർത്താവിനോട് ഇന്നേ വരെ ഞാൻ അത് ചോദിച്ചിട്ടില്ല. ചാറ്റൊക്കെ എൻ്റെ മൊബൈലിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യമായപ്പോൾ എനിക്ക് തീരുമാനമെടുക്കാൻ വലിയൊരു കൺഫ്യൂഷൻ. മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഞാൻ കഷ്ടത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ബുദ്ധിയുള്ള അല്ലെങ്കിൽ തൻ്റെതായ ഒരു പെൺകുട്ടി. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നവരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അപ്പോൾ ഫ്രീ അല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം ആരാണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളെ സഹായിക്കേണ്ടി വരിക. അല്ലാതെ ഞാൻ ഡോക്ടറാണ്, എൻജിനീയറാണ്, അല്ലെങ്കിൽ ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ്, എനിക്ക് വിവരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകില്ല. ആ സമയത്ത് മറ്റുള്ളവരുടെ ഒരു ഉപദേശം നമുക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തെളിവോടുകൂടി കണ്ടുപിടിച്ചല്ലോ. എന്തായാലും സമാധാനമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കണം, എന്തിനാണ് ഈ തെറ്റ് ചെയ്തത്? കാര്യം മറ്റൊരാളുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് സഹായിച്ച നല്ലവനായി നടിച്ച നിങ്ങളുടെ ഹസ്ബൻഡ് ഇത്രയും വലിയൊരു തെറ്റ് എന്തിനു ചെയ്തു? ചിലപ്പോൾ ആ സ്ത്രീ വല വീശിയതായിരിക്കാം. അത് അവരുടെ ഒരു തനി സ്വഭാവമാണ്. അവർക്ക് ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് ഡെയിലി ഏതെങ്കിലും ഒരു മരത്തിലേക്ക് ഏണി വെച്ച് കയറണം. അത് അവരുടെ ജന്മ സ്വഭാവം. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ഭർത്താവ് ആ ട്രാപ്പിൽ ചെന്ന് വീഴുക എന്ന് പറയുന്നത് അങ്ങേരുടെ വലിയൊരു ബലഹീനതയാണ്. അങ്ങനൊരു ഭർത്താവിനെ നിങ്ങൾ ശരിക്കും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ചോദിക്കുക, എന്തിനിങ്ങനെ ചെയ്തു, അങ്ങയുടെ എക്സ്പ്ലനേഷൻ കേൾക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വിശദമായി ചർച്ച ചെയ്തില്ലേ, അത്രയും സമാധാനത്തോടു കൂടി ഇത് സംസാരിക്കുക, ഇതിലൊരു ക്ലാരിറ്റി വരുത്തുക. എന്തായാലും മറ്റു പെണ്ണുങ്ങളെപ്പോലെ ബഹളം ഉണ്ടാക്കാതെ ചോദിക്കാൻ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് ഗൗരവപരമായിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ശരി, അയാൾക്ക് ആ ബന്ധമാണ് ഇഷ്ടം. ചതിക്കുന്ന ആ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അയാളെ സ്വതന്ത്രമായിട്ട് വിടുക. അല്ല, അയാൾ ഇനി ഒന്നും ആവർത്തിക്കില്ല. ആ അമ്മായിമ്മയുടെ കുതന്ത്രത്തിൽ വീണു പോയതാണ്, അറിയാതെ പറ്റിപ്പോയതാണ്. അത് തിരുത്താൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ പറഞ്ഞ് അവർക്ക് ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോയിട്ട് ഒന്നിച്ച് തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിച്ച് ഒന്നാകാം. ഈ 2 വഴികളാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്തേ മതിയാകും. അതിന് ശാന്തതയും സമാധാനവും വേണം. അതായത് മറ്റൊരാളുടെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ കാണിച്ച ഊർജ്ജത്തിൻ്റെ ഒരു 10% നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമാകും. എന്തായാലും മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നവർക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. കാര്യം മറ്റുള്ളവരുടെ ഒരു അഴകുഴഞ്ഞ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് വന്നേക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ കഥ. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നീതി അർഹിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് അത് അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ.